യുവ സംവിധായിക നയന സൂര്യയുടെ മരണത്തിൽ വഴിത്തിരിവ്. മരണകാരണം പരിക്കുകളല്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. മയോകാർഡിയൽ ഇൻഫ്രാക്ഷനാണ് മരണകാരണമെന്ന് ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡിൽ വിലയിരുത്തലുണ്ടായി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, മരണത്തിന് വർഷങ്ങൾക്കിപ്പുറമാണ് ഇത് വലിയ വിവാദമായത്. കൊലപാതകമാണോ എന്ന തരത്തിൽ സംശയങ്ങളൊക്കെ ഉയർന്നത്. ഇപ്പോൾ എന്താണ് മരണകാരണം എന്ന നിലയിലേക്കാണ് മെഡിക്കൽ ബോർഡ് എത്തിച്ചേരുന്നത്? ഇനി മറ്റ് ദുരൂഹതകൾക്ക് അവസാനമാവുകയാണോ? ദിവിഷ്, സംവിധായിക നയന സൂര്യൻ്റെ മരണവുമായും ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ മെഡിക്കൽ ബോർഡിൻ്റെ പ്രത്യേക യോഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഫോറൻസിക് വിദഗ്ധർ അടക്കം ആരോഗ്യ വിദഗ്ധർ അടക്കമുള്ളവർ ആണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇതുവരെ നടത്തിയ അന്വേഷണം, അതിനൊപ്പം തന്നെ വൈദ്യപരിശോധനാ ഫലങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഈ യോഗത്തിൽ ചർച്ചയായി. അതിൽ ആണ് ഏറ്റവും നിർണായകമായ ഒരു വിലയിരുത്തലിലേക്ക് ഈ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ നയന സൂര്യൻ്റെ മരണത്തിന് കാരണമായി ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ശരീരത്തിലേറ്റ പരുക്കുകൾ എന്നായിരുന്നു. 2 പരുക്കുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന് കഴുത്തിനേറ്റ ഈ മുറുകിയ പാടും ഒപ്പം അടിവയറ്റിനേറ്റ ക്ഷതവും. പക്ഷേ ഈ 2 പരുക്കുകളും അല്ല മരണകാരണം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അവസാനവട്ടം എത്തി നിൽക്കുന്നത്. എയർലി മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന അവസ്ഥയാണ് നയന സൂര്യൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. അതൊരു ഹൃദയസ്തംഭനത്തിന് സമാനമായ ഒരു അവസ്ഥയാണ്. ഇത് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രീതിയല്ല. 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ എടുത്ത് ഉള്ള രീതി, അങ്ങനെ മരണം സംഭവിച്ചിരിക്കാം എന്നുള്ള വിലയിരുത്തലാണ്. അതിന് കാരണം എന്താണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല കാരണങ്ങൾ, സങ്കീർണമായ പല കാരണങ്ങളുമുണ്ട്. അതിലേക്ക് വെളിച്ചം വീശാവുന്ന രീതിയിലുള്ള തെളിവുകൾ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഇന്നത്തെ മെഡിക്കൽ ബോർഡ് ഒരു അന്തിമ നിഗമനത്തിലേക്കും, അതായത് നയന സൂര്യൻ്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ അതല്ല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ വിലയിരുത്തലിലേക്ക് എത്തിയിട്ടില്ല. ഇനി മെഡിക്കൽ ബോർഡിൻ്റെ വിദഗ്ധർ, ഈ 8 പേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഈ മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരുന്നത്. അവർ ഇനി ഇത് എല്ലാം അവലോകനം ചെയ്ത് 20 ദിവസത്തിനകം അന്തിമമായ ഒരു റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ ആണ് ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്തുക. അതനുസരിച്ചാകും ക്രൈംബ്രാഞ്ചിൻ്റെ ഇനിയുള്ള അന്വേഷണം. പക്ഷേ നിലവിൽ മരണത്തിൻ്റെ കാരണം ആ പരിക്കുകളല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകം. ക്രൈംബ്രാഞ്ചിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ മറ്റു ചില വിലയിരുത്തലുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. നയന സൂര്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന പ്രധാന സംശയങ്ങൾ ഈ മുറി അകത്ത് നിന്ന് പൂട്ടിയിരുന്നോ എന്നുള്ള കാര്യത്തിലായിരുന്നു. അത് അകത്ത് നിന്ന് പൂട്ടിയതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ എത്തുന്നത്. മറ്റൊരാൾ ആ മുറിയിൽ കടന്നതിന് ഇതുവരെ വിശ്വസനീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ബാൽക്കണി വഴി ഒരാൾ പ്രവേശിക്കാനുള്ള സാധ്യതകളും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തള്ളിക്കളയുകയാണ്. നയന സൂര്യയുടെ മരണം സംഭവിക്കുന്നതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വരികയും അത് റിജക്റ്റ് ആവുകയും ചെയ്തതായി സംശയങ്ങളുണ്ടായിരുന്നു. അതും ക്രൈംബ്രാഞ്ച് തള്ളുകയാണ്. അത് ഒരുപക്ഷെ ആ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ നയന ഒരുപക്ഷെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നതാണ് മരണകാരണം എന്ന നിലയിലേക്ക് മെഡിക്കൽ ബോർഡ് എത്തുന്നത്. അതിൻ്റെ കൂടുതൽ സ്ഥിരീകരണമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.